നമസ്കാരം. ഇതൊരു ബാങ്ക് മാനേജർ തേങ്ങ പൊതിച്ച സംഭവം. അല്ല, മാനേജരാ അടിച്ചു വരുന്ന ചേച്ചി തേങ്ങ പൊതിച്ച്. അതായത് ഈ നമ്മുടെ ഇന്ദിരാഗാന്ധിൻ്റെ ഭരണകാലത്ത് ഈ കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, അതൊക്കെ സ്വകാര്യ ബാങ്കുകളായിരുന്നു. അതൊക്കെ ഇവർ പിടിച്ചെടുത്ത് ദേശസൽക്കരിച്ച്. വേറെ ഏതൊക്കെ ബാങ്കുണ്ട്. അങ്ങനെ ബാങ്കുകൾ ദേശസൽക്കരിച്ചപ്പോൾ പിന്നെ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥ നിയമനങ്ങളൊക്കെ മറ്റു ബാങ്കുകളെ പോലെയായി. ബാങ്ക് ടെസ്റ്റ് എഴുതിയ ജോലിക്ക് കയറാൻ ജോലി ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എക്സർവീസുകാർക്ക് ഇങ്ങനത്തെയൊക്കെ കോട്ടുണ്ട്, അവർക്ക് ഇത്ര സംവരണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ അടിച്ചു വാരണ അങ്ങനത്തെ പണികളൊക്കെ എംപ്ലോയ്മെൻറ്റ് മുഖേനയാണ് നിയമനം. സാധാരണ ബാങ്കുകളിലൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഈ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്കിലൊക്കെ ആദ്യമേ ഉള്ള ഈ അടിച്ചു വാരണ ചേച്ചിമാരുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ, അവർ തന്നെ അവിടെ മാനേജർമാർ നിലവിലുള്ളവർ സ്ഥിരപ്പെടുത്തി കൊടുക്കും. കാരണം ഈ പാവം പിന്നെ എങ്ങോട്ട് പോകും? എംപ്ലോയ്മെൻറ്റിലൊക്കെ അറിയിച്ച് അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഇതിൻ്റെ പണി പോകുന്ന വെച്ച് ഇവർ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ പെർമനൻറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിൽ ഇവർക്ക് ഏകദേശം പിരിയാനാകുമ്പോൾ അവരുടെ വീട്ടിൽ ആരെങ്കിലും അവിടെ ആക്കി കൊടുക്കും. അങ്ങനെ മിക്ക ബാങ്കിലെ മാനേജർമാർ തന്നെ അവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ അതേപോലെ ഇതൊരുപാടൊന്നും ആയിട്ടില്ല, ഒരു 10-12 കൊല്ലത്തിനുള്ളിൽ നടന്ന സംഭവം. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇതിൽപ്പെട്ട ഒരു ബാങ്കിൽ ഒരു തേർഡ് ആണ് അടിച്ചു കയറുന്നത്. മാനേജറാണെങ്കിൽ വേറെ ജില്ലക്കാരനാണ്. അയാളുടെ ഭാര്യ കിടപ്പ് രോഗിയാണ്. അതിന് ഹോം നേഴ്സിനൊക്കെ വെച്ചേക്കുക. പിന്നെ ഒരു മോളും അവിടെ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് മോളും ഭർത്താവും വീട്ടിലുണ്ട്. അപ്പോൾ അവർ നോക്കാൻ. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞാൽ മാനേജറുടെ പരിപാടി നടക്കില്ല. ഭാര്യനെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല, സുഖമില്ലല്ലോ. അപ്പോൾ ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. ബാങ്കിലെ മറ്റ് സ്റ്റാഫുകളോടൊക്കെ ഒരു മാനേജർ എന്നുള്ളൊരു അഹങ്കാരമൊന്നുമില്ല. എല്ലാവരോടും സിമ്പിൾ. ഏത് താഴ്ന്ന അടിച്ചു വരുന്ന ആളായിക്കോട്ടെ, കാഷ്യർ ആയിക്കോട്ടെ, എല്ലാവരോടും ഒരു മൃദു സമീപനം. എന്തെങ്കിലും പൈസയൊക്കെ കടം ചോദിച്ചാൽ കൊടുക്കും. സ്റ്റാഫുകൾ നല്ലൊരു മനുഷ്യൻ. അപ്പോൾ അവിടെ അടിച്ചു പറഞ്ഞ ചേച്ചി ഏകദേശം പിരിയാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇയാൾ നേരത്തെ വരും. അപ്പോൾ അടിച്ചു വാരുന്ന ചേച്ചിയും നേരത്തെ വരും. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലൊക്കെ ഇയാൾ ഈ ലൈംഗിക പട്ടിണി, അതായത് വൈഫിന് വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കൊരു സോഫ്റ്റ് കോർണർ, അവർക്ക് ഭർത്താവില്ല. അപ്പോൾ ഇവരും അടുത്തിടപഴകുക. അപ്പോൾ ഒരു ദിവസം സാറിന് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ നേരത്തെ വാ, കാരണം കളിക്കണമെങ്കിൽ കളിച്ചോ എന്നുള്ള ഒരു അത്ര ഇവർ ക്ലോസായി. അപ്പോൾ ഇത് വെച്ച് കാര്യമായിട്ട് പറഞ്ഞാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. പിന്നെ ഞാൻ മാനേജർ, നിങ്ങൾ ഇവിടെ കീഴ് ജീവനക്കാരിയാവുമ്പോൾ ഞാൻ അധികാരം കാട്ടിയെന്ന് വിചാരിക്കൂലേ? എനിക്ക് നല്ല ആഗ്രഹങ്ങളോട് ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ പരിപാടി തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഓഫീസ് ബോയ് ഉണ്ട്. ഓഫീസ് ബോയ് എന്ന് പറഞ്ഞാൽ പ്യൂൺ മോഡൽ. അത് ഡെയിലി വേജസാണ്. തപാൽ കൊണ്ടുപോകൽ, പോസ്റ്റ് ഓഫീസിൽ പോലെ അങ്ങനത്തെയൊക്കെ പരിപാടിയാണ്. ഇപ്പോൾ കൊറിയറാണല്ലോ, ബാങ്കിൽ വന്ന് കളക്ട് ചെയ്ത് പോകലാണ്. അന്ന് അങ്ങനെയല്ല, പോസ്റ്റ് ഓഫീസിലൊക്കെ പോയിട്ട് തപാൽ അയക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവൻ കയറി വന്നപ്പോൾ ഇവരെ പാൻട്രി റൂമിൽ ഈ ചേർത്ത് കയറി മോളിൽ കയറി അടിച്ചു കൊടുക്കുക. ഇവൻ കണ്ടു. ഇവൻ കണ്ടെന്ന് മാനേജർക്ക് മനസ്സിലായി, ചേച്ചിക്കും മനസ്സിലായി. അല്ല, പിന്നെ ഇവനെ റൂമിലേക്ക് വിളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ആരോടും പറയരുത്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുടുംബം തകരാറാവും. അത് മാത്രമല്ല, പിന്നെ ഇത് പറഞ്ഞത് ഫ്ലാഷായി കഴിഞ്ഞാൽ നിന്നെ ഇവിടെ പിന്നെ ജോലിയിൽ വെക്കൂല. ഏതായാലും നാറി ഞങ്ങൾ പറയൂല, സാറേ എൻ്റെ പണി കളയരുത് പറയും. അവൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ പോരാനായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ മരുമകളെ അയക്കൽ തുടങ്ങി. അതിനൊരു 10-30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ഒതുക്കമുള്ള, ഇച്ചിരി തടിയുണ്ട്, ഒരു 5.5 അടി ഉയരമൊക്കെ ഉള്ളു, നല്ല വെളുത്തിട്ട്. അപ്പോൾ
ഈ പെണ്ണിൻ്റെ ഭർത്താവ് കള്ളു പിടിച്ച് നടക്കുക, എപ്പോഴും അങ്ങാടിയിലുണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ നടുവിലുണ്ടാവും. അല്ലെങ്കിൽ പീടിയൊക്കെ വലയിലിരിക്കും, ആരെങ്കിലും മേടിച്ച് കൊടുത്താൽ കുടിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ അടിച്ച് മാറ്റി കൊണ്ടുപോയി കുടിക്കും. അതായത് ചുരുക്കത്തിൽ പണിക്ക് പോകില്ല, പരിപാടി വീട്ടിൽ ശരിക്കും നടക്കണമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവളെ വിടും, ആര് തള്ള. എന്തിനാണെന്ന് ഇവർ പോരുമ്പോൾ മരുമകളെ അവിടെ പെർമനൻ്റ് ആക്കണം, അതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ തള്ള ഇടയ്ക്കിടയ്ക്ക് മനഃപൂർവ്വം ലീവ് എടുക്കും, ഇവിടെ പറഞ്ഞയക്കും. അപ്പോൾ മാനേജർ കാണും, മാനേജർക്ക് അതിനോട് വലിയ ചെറിയൊരു കമ്പം വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് വരും. ചേട്ടത്തി ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ്, സാറേ ഞാൻ പിരിയാനായി, എൻ്റെ മോൻ ശരിക്കും പണിക്കൊന്നും പോകില്ല, ഞങ്ങൾ പട്ടിണിയാവും, എൻ്റെ മരുമകൾ ഇവിടെ നിങ്ങൾ വിചാരിച്ചാൽ സ്ഥിരപ്പെടുത്താൻ പറ്റും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് നോക്കാം. അപ്പോൾ സാറ് വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും, അതിന് എനിക്ക് ഇങ്ങോട്ട് ഉപകാരം വേണം, എനിക്ക് അവളെ കണ്ടിട്ട് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ തമ്മിൽ എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ചേട്ടത്തി പറഞ്ഞ് അത് പ്രശ്നമാക്കണ്ട, ഞാൻ അവളോട് പറയാം. കാരണം സാറ് അങ്ങനെ ഒരു ഉപകാരം, ഒരു ജീവിതമാർഗം, ജീവിതകാലം മുഴുവനും ഒരു ജോലി ലഭിക്കല്ലേ, അപ്പോൾ അങ്ങനെ മോശമാക്കില്ല, ഞാൻ അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അങ്ങനെ വീട്ടിൽ വന്ന മരുമകളോട് പറഞ്ഞ് നിനക്ക് ജോലി സ്ഥിരപ്പെടുകയൊക്കെ ചെയ്യും, അയാളുടെ ഭാര്യ സുഖമില്ലാണ്ട് കിടക്കുകയാണ്, അതൊക്കെ ഇവൾക്ക് അറിയും, കിടപ്പ് രോഗിയാണ്, അയാൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല, നീ ഒന്ന് സമ്മതിച്ച് കൊടുക്കുകയോ ചെയ്യും. അതെങ്ങനെ അമ്മ എന്നൊക്കെ ചോദിച്ച്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പാവപ്പെട്ടവരാണ്, കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ ജോലിയിൽ സ്ഥിരമായ സമയത്ത് അന്നത്തെ മാനേജർ എന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എന്നെ സ്ഥിരപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുമില്ല, ഇതൊക്കെ മറ്റൊരാൾ അറിയാണ്ട് നിന്നാൽ മതി എന്നും പറയും. അമ്മായിയമ്മ ധൈര്യം കൊടുത്ത്, സ്വന്തം അമ്മായിയമ്മ ധൈര്യം കൊടുത്താൽ പിന്നെ ഏത് പെണ്ണിനാണ്. പക്ഷേ ഇയാൾ ഏത് പെണ്ണിനാണ് പിന്നെ മടി ഉണ്ടാവുക? ഇയാളാണെങ്കിൽ നല്ല വൃത്തിയും വെടിപ്പുള്ള ആൾ, സ്മാർട്ടാണ്, പ്രായമുണ്ടെന്നുള്ളൂ, അയാളും പിരിയാനായി. അപ്പോൾ ഈ തള്ള പറഞ്ഞ് ഞാൻ മരുമകളോട് പറഞ്ഞിട്ടുണ്ട്, അവൾ എഗ്രിയാന്ന് പറഞ്ഞ്, നാളെ അവളെ പറഞ്ഞു വിടാം, സാറ് നേരത്തെ വരണം പറയും. മാനേജർക്ക് എപ്പോഴും കയറി ചെല്ലല്ല. പിന്നെ ബാങ്കിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ഉള്ളിൽ രാവിലെ സ്വീപ്പർ വന്ന് കയറി കഴിഞ്ഞാൽ മാനേജറും കയറി ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ അത് ലോക്ക് ചെയ്യാം, ആ ഗ്ലാസ് ഡോറ്. പിന്നെ കസ്റ്റമേഴ്സൊന്നും അങ്ങോട്ട് കയറി വരില്ല, കാരണം ബാങ്കിൻ്റെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഗ്രില്ലും ചങ്ങലൊക്കെ ഉണ്ടാകുമ്പോൾ ബ്രാഞ്ച് ഓപ്പണായാൽ തന്നെ ആൾക്കാരൊക്കെ കയറുള്ളൂ. ലൈറ്റുകളൊക്കെ വന്ന് ബ്രാഞ്ച് ഓപ്പണായി കഴിഞ്ഞാൽ 10 മണി കഴിയാണ്ട് ഒരു കസ്റ്റമർ അങ്ങോട്ട് വരില്ല. 8 മണി തൊട്ട് 10, 9 മണി വരെ ഏതായാലും സേഫാണ് എങ്ങനെയായാലും. അങ്ങനെ നേരത്തെ പറഞ്ഞേക്കാറ്. ഇവള് കറക്റ്റ് 8 മണിക്ക് വന്ന് വേഷമൊക്കെ നല്ല ചുരിദാർ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചുരിദാറും കുറച്ച് ഒരു മിനുക്കത്തിലാണ് വന്നത്. അതിൽ വന്ന് വലിച്ചുകാരലൊക്കെ തുടങ്ങിയപ്പോൾ ഇയാൾ വിളിച്ച് നോക്കിയാൽ നിന്നോട് അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇവള് തലയാട്ടി ആന്ന് പറയും. നിനക്ക് മടിയുണ്ടോ ചോദിച്ചു. ഇല്ല പറയും. അതെന്ത്, നിനക്ക് ഹസ്ബൻഡ് ഉള്ളതല്ലേ? അയാൾ കുടിച്ച് നടക്കുകയാണ് സാറേ, എന്നെ അയാളൊന്നും ചെയ്യലൊന്നുമില്ല. അയാൾ ചിലപ്പോൾ വരുമ്പോൾ വെളിവുണ്ടാവില്ല, വെളിവുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് വയ്യ. അമ്മ പറഞ്ഞില്ലേ ചേച്ചി, അമ്മ പറഞ്ഞ എന്നാലും നിൻ്റെ വായിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. അങ്ങനെ ഇയാൾ കൈമേ കയറി പിടിച്ച്. അപ്പോൾ ഇവൾ ചൂലിൽ നിലത്തിട്ട് ഇയാൾ ചേർത്ത് പിടിച്ച് ചുണ്ടൊക്കെ എടുത്ത് കിസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നുണ്ട്, ലാവിഷായിട്ട് നടക്കൂല അവിടെ. ചുരിദാറിൻ്റെ പാൻറ്റും മാത്രം ഊരി, ഷഡ്ഡിയും ഊരി, ടോപ്പ് വന്നിച്ച് കുടിക്കുകയൊക്കെ ചെയ്ത് ബാക്കി ഒരു സ്പീഡ് കളി. പെണ്ണിന് ഒന്നും ആയില്ല, എന്നാലും ഒരു ഡിഫറൻറ്റ് കളിയല്ലേ കിട്ടിയത്. ആയതായി, എട്ടണമെങ്കിൽ എട്ടണം കിട്ടണതായി എന്ന് പറഞ്ഞാൽ പെണ്ണിനും കുറച്ചൊക്കെ സാറ്റിസ്ഫൈഡായി. ഫോർ പ്ലേ ഒന്നും നടന്നില്ല. പക്ഷെ അവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി. ഇത് പലർക്കും ഇങ്ങനെ ഡൗട്ട് തുടങ്ങി.
അപ്പോൾ അവിടെ ഒരു എക്സ് സർവീസുകാരുണ്ട്, അവിടുത്തെ സ്റ്റാഫ്, നല്ല സ്ട്രോങ് ബോഡിയും ഇതൊക്കെയാണ്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ട്യൂൺ ചെയ്യാൻ നല്ല കഴിവാണ്. അപ്പോൾ അയാൾ ഈ സംഭവം എങ്ങനെ മണത്തെറിഞ്ഞ്, പക്ഷേ ആ കെയർ ഓഫിലല്ല, ഇയാൾ ഈ പെണ്ണിനെ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഇവൾക്ക് ജോലിയൊക്കെ പെർമനൻ്റ് ആയിട്ടോ, ട്യൂൺ ചെയ്യാൻ തുടങ്ങി. ഇയാളവിടെ കോട്ടയത്തിൽ അല്ല ഫ്ലാറ്റ് വാടക എടുത്തേക്കാം, ഇയാൾ വേറെ ജില്ലയിൽ നിന്ന് വന്ന് നിൽക്കുക. അപ്പോൾ ഇയാളെന്ത് ചെയ്യും, ഈ ഭാര്യനെയൊക്കെ ഇടയ്ക്ക് നാട്ടിൽ പറഞ്ഞു വിടും. ഈ പെണ്ണ് കുറച്ച് നേരത്തെ പോകുമല്ലോ, ഇയാളെന്ത് ചെയ്യും, ബൈക്കുമ്മേ കയറ്റി ഫ്ലാറ്റിൽ കൊണ്ടുപോകും. ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് അസലായിട്ട് കളിച്ചിട്ട് വിടും. ഈ പെണ്ണിന് ഒരു എതിർപ്പില്ല, ഇവർ തമ്മിൽ ഭയങ്കര ടൈപ്പായി. പ്രേമൊന്നുമല്ല, വെറും പരിപാടി ബന്ധം മാത്രം. അത് ബാങ്കിലുള്ള വേറൊരുത്തൻ കണ്ടുപിടിച്ച് ബൈക്കുമ്മേ കൊണ്ടുപോകണ്ട് ഫ്ലാറ്റിൽ കൊണ്ടുപോകണ്ട്. ഞാൻ ഫോളോ ചെയ്ത് പോയി നോക്കുമ്പോൾ അവൻ്റെ റൂമൊക്കെ കൊണ്ടുപോകണം. എന്നോട് വന്ന് പറയാം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അണ്ടി വേദന? അവർ സാമാനമുള്ള അണ്ടിക്ക് ബലമുള്ളവന്മാർ കളിക്കും, കളി കിട്ടാത്ത പെണ്ണുകൾ കിടന്നും കൊടുക്കും. നിങ്ങൾ ഫോളോ ചെയ്ത് പെട്രോൾ എത്തിച്ച് പോകേണ്ട ആവശ്യമുണ്ട്, അത് അവരുടെ പ്രൈവസി അല്ലേ. ഞാൻ പറയാം, ആ പട്ടാളക്കാരൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ അടിച്ച് തല പൊളിച്ച് കളയും. വെറുതെ എന്തിനാണ് ഈ കണ്ണിക്കണ്ടവരുടെ രഹസ്യങ്ങൾ ചുരുളയിക്കാൻ നടക്കണേ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൾക്കൊരു ഭർത്താവും കുടുംബമൊക്കെ ഉള്ളതല്ലേ. മോശം. ഇത്ര പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ട്, ബാങ്കിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താന് വൃത്തിയായിട്ട് പെണ്ണുങ്ങളുടെ സ്വഭാവം എടുക്കരുതെന്ന് പറയും. പിന്നെ എന്നോട് ആ കാര്യം പറയാൻ വന്നിട്ടില്ല. അതാ പറഞ്ഞ മനുഷ്യബന്ധങ്ങൾ വിചിത്രമാണ്. അല്ലാണ്ട് എല്ലാവരും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ച് 2-3 കുട്ടികളുണ്ടായി, പിന്നെ അവർ വലുതായി, അവർ കല്യാണം കഴിച്ച് പിന്നെയും കുട്ടികളുണ്ടായി, അങ്ങനെയല്ല. ഇങ്ങനത്തെ റിലേഷൻഷിപ്പുകളും മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൽ വേറൊരു മെസ്സേജ് കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനത്തെ ബന്ധത്തിൽ ഏർപ്പെട്ട് നമ്മൾ കണ്ട് അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു കൂട്ടിക്കോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊണ്ടുള്ള പ്രയോജനം അവിടെ പെട്ടെന്ന് അതിശയിക്കില്ല. കാരണം ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാവും. അതായത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വികാരം അടക്കാൻ പറ്റാണ്ടായപ്പോൾ അവർ ചെയ്തു പോയതാണെന്നുള്ളൊരു ബോധ്യം ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്കുണ്ടാവും. അതുതന്നെയാണ് എൻ്റെ മെസ്സേജ്. മനസ്സിലായില്ല അല്ലേ? അതായത് എൻ്റെ വീഡിയോസ് കാണുന്നത് ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുടുംബങ്ങളിലുള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു പുതുമയുള്ള കാര്യമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഇത് ചെയ്താൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊരു അതിശയം ഉണ്ടാവില്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണെന്നുള്ളൊരു സ്വയം സമാധാനിക്കാൻ പറ്റുമെന്നാണ് ഞാനീ പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ. നമസ്കാരം.